ചാവേർ ആക്രമണത്തിൽ മാലി പ്രതിരോധ മന്ത്രി സാദിയോ കമാറ കൊല്ലപ്പെട്ടു. ജിഹാദികൾ രാജ്യവ്യാപകമായി നടത്തിയ ആക്രമണത്തിലാണ് പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് പ്രതിരോധ മന്ത്രിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. മാലി തലസ്ഥാനമായ ബാമക്കോക്ക് സമീപമാണ് ആക്രമണമുണ്ടായത്. അൽ ഖയ്ദ, IS, അസവാദ് ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ ഭീകര സംഘടനകൾ രാജ്യവ്യാപകമായി ആക്രമണങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ഭീകരാക്രമണമാണ് എന്നുള്ളതാണോ പ്രാഥമിക വിലയിരുത്തൽ? സംഘടനകളും ചേർന്ന് ഒരു കൃത്യമായ ഒരു ആസൂത്രണം അവിടെയുള്ള വ്യവസ്ഥകൾക്കെതിരെ സർക്കാരിനെതിരെ നടക്കുന്ന ഒരു ജിഹാദി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായുള്ളൊരു നീക്കമാണ് അവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽഖയ്ദയുമായി അഫിലിയേറ്റ് ചെയ്ത ഒരു സംഘടനയും അതുപോലെ തന്നെ ISൻ്റെ ചില ബന്ധപ്പെട്ട സംഘടനകളും ചേർന്നാണ് ഒരു തരത്തിലൊരു ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വടക്കൻ മാലിയിൽ, അതായത് മാലിയുടെ വടക്കൻ പ്രദേശമായ അസ്വാദ് എന്ന പ്രദേശത്തെ വിഘടനവാദികൾ, അതായത് അസ്വാദ് എന്ന പ്രദേശത്തിൻ്റെ മോചനം ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഒരു വിഘടനവാദി ഗ്രൂപ്പ് 3 ഗ്രൂപ്പുകളും ചേർന്നുള്ള ഒരു ആക്രമണം, ഒരു തുടർച്ചയായ ഒരു ആക്രമണ സ്വഭാവമുള്ള ഇടപെടലുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആക്രമണം നടക്കുന്നു, പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് കാലങ്ങളായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാമക്കോക്കിലെ ഈ പ്രതിരോധ മന്ത്രിയായ സാദിയോ കമാറയുടെ വീട്ടിൽ ഈ ചാവേർ ആക്രമണം നടന്നത്. നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ചാവേറുകൾ ഒരു ട്രക്കിൽ നിരവധി സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ച് ആക്രമിക്കുകയായിരുന്നു. ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പട്ടാള വിപ്ലവത്തിന് ശേഷം നിർണായകമായ ഇടപെടലുകൾ നടത്തിയിരുന്ന പ്രതിരോധ മന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നു. പ്രതിരോധ മന്ത്രി താമസിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ കുറെ കൂടി സുരക്ഷിതമായ പ്രദേശമാണ്, കാര്യമായ ഇത്തരം ഇടപെടലുകളില്ല എന്ന് കരുതിയിരുന്നൊരു പ്രദേശമാണ്. പക്ഷേ ഈ യൂണിഫിക്കേഷൻ നടന്നത്, അതായത് ഈ 3 ഭീകര സ്വഭാവമുള്ള സംഘടനയും അൽ ഖയ്ദ പിന്തുണയ്ക്കുന്ന സംഘടനയും അതുപോലെ തന്നെ ISൻ്റെ പിന്തുണയുള്ള ചില സംഘടനകളും അതുപോലെ തന്നെ അസവാദ് ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന വിഘടനവാദ സംഘടനയും ചേർന്നുകൊണ്ടുള്ള ഒരു ആക്രമണം വ്യാപകമായി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സാദിയോ കമാറയുടെ വധം നടന്നിരിക്കുന്നത്. തുടർച്ചയായി അവിടെ ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നത്. രൂക്ഷമായ ഒരു സങ്കീർണാവസ്ഥ, ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ ഇസ്ലാമിക ജിഹാദി കൂട്ടുകെട്ടുകളുടെ ഒരു ഭീകര സ്വഭാവമുള്ള ഒരു ഇടപെടൽ തന്നെയാണ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മാലി പ്രതിരോധ മന്ത്രിയാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ബാമക്കോക്സിന് സമീപത്താണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്.